ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. ഇതിൻ്റെ മുൻപിലത്തെ ഭാഗങ്ങളെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീരാമഭദ്രായ നമഃ. ദശരഥ ശോകം. കൈകേയിയുടെ കഠിനമായ വാക്കുകൾ കേട്ട് ദശരഥൻ ഭ്രാന്തചിത്തനായി. അപ്രതീക്ഷിതമായ ഈ ആഘാതം താങ്ങാൻ ആ വൃദ്ധന് കഴിഞ്ഞില്ല. അദ്ദേഹം ബോധരഹിതനായി. അല്പനേരത്തിനു ശേഷം കണ്ണു തുറന്ന ദശരഥൻ താൻ ദിവാസ്വപ്നം കാണുകയാണോ എന്ന് സംശയിച്ചു. പുലിയെ കണ്ട് ഭയന്ന മാൻപേടയെ പോലെ വെറും നിലത്തിരുന്ന് ആ മഹാരാജാവ് വിലപിച്ചു. അയ്യോ കഷ്ടം എന്ന് പുലമ്പിക്കൊണ്ട് വീണ്ടും ബോധരഹിതനായി. വളരെ നേരത്തിനു ശേഷം അദ്ദേഹത്തിനെല്ലാം ഓർമ്മയുണ്ടായി. കണ്ണുകൾ ജ്വലിച്ചു, പുരികങ്ങൾ വിറകൊണ്ടു. അധിക കോപത്തോടെ കൈകേയിയെ നോക്കി. ദ്രോഹി, എൻ്റെ സുഹൃതക്ഷയത്താലാണ് ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതോടെ എൻ്റെ കുലം തന്നെ നശിക്കുകയാണ്. ഇതുകേട്ട് എൻ്റെ ശത്രുക്കൾ സന്തോഷിച്ചെന്നിരിക്കും. ഇത്രയും കാലം നീ രാമനെ പ്രശംസിച്ചത് എന്നെ ഇങ്ങനെയൊരു വെട്ടിൽ വീഴ്ത്താനായിരുന്നല്ലോ. സത്യസന്ധനായ രാമൻ എന്തു തെറ്റാണ് നിന്നോട് ചെയ്തിട്ടുള്ളത്? നിന്നെ എത്രമേൽ അവൻ സ്നേഹിക്കുന്നു. എന്നിട്ടും നീ എന്തിനാണ് അവനെ ഭയപ്പെടുന്നത്? ലോകത്തിൽ ഒരാളോട് പോലും തെറ്റു ചെയ്യുവാൻ രാമന് കഴിയുകയില്ല. രാമൻ കാട്ടിൽ പോകുന്നത് എന്തിനാണ്? ഭരതൻ രാജാവാകുന്നതും അതും തമ്മിൽ എന്താണ് ബന്ധം? ഇത്രയും കാലം കൊട്ടാരത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് ജീവിച്ച അവനെങ്ങനെ കാട്ടിൽ കഴിയും? എത്ര ഹൃദയശൂന്യമായാണ് അവൻ 14 വർഷം വനത്തിൽ കഴിയണമെന്ന് നീ ആവശ്യപ്പെട്ടത്. എല്ലാ ജനങ്ങളും ഒരുപോലെ വാഴ്ത്തുന്ന രാമനെ എന്തു പറഞ്ഞാണ് ഉപേക്ഷിക്കുക? സുമിത്രയെയും കൗസല്യയെയും എന്തിന്? എല്ലാ ഐശ്വര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ പിതൃഭക്തനായ രാമനെ മാത്രം ഞാൻ ഉപേക്ഷിക്കില്ല. അവൻ എനിക്ക് നഷ്ടമായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സൂര്യനില്ലാതെ ലോകം നിലനിന്നിരിക്കാം. വെള്ളമില്ലെങ്കിലും സസ്യങ്ങൾ വളർന്നേക്കാം. എന്നാൽ രാമനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ വൃദ്ധനോട് അല്പം കരുണ കാട്ടണം. ദേവിയുടെ പാദങ്ങളിൽ ശിരസ് മുട്ടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. രാമന് ദേവി ആലംബമാകണം. രാമനെ കാട്ടിലയക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഭരതൻ ഒരിക്കലും അത് അനുവദിക്കില്ല. അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ എൻ്റെ പുത്രനല്ല. മരണാനന്തരം എനിക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അവനെ അനുവദിക്കില്ല. എന്തു തന്നെ ഞാൻ പറഞ്ഞാലും അതേപടി നിർവഹിക്കുന്നവനാണ് രാമൻ. കാട്ടിൽ പോകാൻ പറഞ്ഞാലും അവൻ സസന്തോഷം അത് സ്വീകരിക്കും. എൻ്റെ പ്രാണന് തുല്യനാണ് രാമൻ. ഒരു തരത്തിലും അവനെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. രാമനെ കാട്ടിലയച്ചാൽ കൗസല്യ എങ്ങനെ അത് സഹിക്കും? ഈ ലോകത്തിൽ എനിക്ക് നൽകാൻ കഴിയുന്ന എന്തും ഞാൻ നിനക്ക് സമർപ്പിക്കാം. നീ ഈ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ദശരഥൻ്റെ വിലാപത്തെ കേകേയപുത്രി ശ്രദ്ധിച്ചതേയില്ല. തൻ്റെ വരങ്ങൾ ഉടനെ തന്നെ നൽകണമെന്നായിരുന്നു കേകേയിയുടെ മറുപടി. ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല അതെന്നും അവർ പറഞ്ഞു. ജീവൻ രക്ഷിച്ചതിന് തനിക്ക് നൽകിയ വരങ്ങൾ പിൻവലിച്ചത് ഇക്ഷ്വാകു വംശത്തിൻ്റെ ധർമ്മനിഷ്ഠയാണോ എന്നവർ പരിഹസിച്ചു. സത്യലംഘനം കുലധർമ്മത്തിന് ചേർന്നതാണോ എന്നും കൈകേയി ചോദിച്ചു.
അതു കേട്ട ദശരഥൻ വീണ്ടും മൂർച്ഛിച്ചു വീണു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ദശരഥൻ കൈകേയിയോട് കേണപേക്ഷിച്ചു. കാട്ടിലേക്ക് പോകൂ എന്നെനിക്ക് എങ്ങനെ രാമനോട് പറയാൻ കഴിയും? അതോടെ അവൻ്റെ മുഖം മങ്ങും. എപ്പോഴും പ്രിയമുള്ളത് മാത്രം ചെയ്യുന്ന കൗസല്യയെ നിനക്ക് വേണ്ടി പൂജിച്ചില്ല. നിനക്ക് സ്നേഹം നൽകിയതിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചു. രാമനെ കാട്ടിലയച്ചാൽ സുമിത്ര പോലും ഇനി എന്നെ വിശ്വസിക്കില്ല. കിന്നരനെ നഷ്ടപ്പെട്ട കിന്നര തരുണിയെപ്പോലെ സീത ജീവൻ വെടിയും. ഒരു കാര്യം ഉറപ്പാണ്, വിധവയായ ശേഷമേ നിനക്ക് മകനോടൊത്ത് രാജ്യം ഭരിക്കാൻ കഴിയൂ. രാമൻ കാട്ടിലേക്ക് പോയാൽ അതെൻ്റെ ജീവൻ അപഹരിക്കും. ഇതുവരെ നീ നടത്തിയ പ്രേമ സംഭാഷണങ്ങൾ വിഷം കലർത്തിയ മധുപോലെ ആയിരുന്നല്ലോ. ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് പുത്രനെ കാട്ടിലയച്ചവൻ എന്ന് ലോകം മുഴുവൻ എന്നെ പരിഹസിക്കും. ദശരഥൻ മരണത്തോടടുത്തതുപോലെയായി കഴിഞ്ഞിരുന്നു. കണ്ണുകളുടെ കാഴ്ചശക്തി മങ്ങി, മുഖത്തെ തേജസ് കെട്ടു, ശരീരശക്തി ക്ഷയിച്ച് തല ഉയർത്താനാവാതെ അദ്ദേഹം പരിതപിച്ചു. അഗ്നിസാക്ഷിയായി ഞാൻ സ്വീകരിച്ച നിന്നെയും നിനക്ക് പിറന്ന പുത്രനെയും ഞാൻ ഇതോടെ ഉപേക്ഷിച്ചിരിക്കുന്നു. രാമനെ കാട്ടിലയച്ച് എൻ്റെ എല്ലാ ബന്ധുക്കളെയും നീ ദ്രോഹിക്കുകയും ചെയ്യും. നീ എന്തൊക്കെ വേലകൾ കാട്ടിയാലും നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരില്ല. ഇത് കേട്ട് കൈകേയിക്ക് ഒരുൾക്കിടിലമുണ്ടായി. അത് പുറത്തു കാണിക്കാതെ രാമനെ ഉടനെ വരുത്താൻ രാജാവിനോട് പറഞ്ഞു. നാട് ഭരതനെ ഏൽപ്പിക്കണം. കൗസല്യയുടെ മകനെ കാട്ടിലയച്ച് തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് മതി രാജാവിൻ്റെ ദിനചര്യകൾ എന്ന് കൈകേയി പറഞ്ഞു. അത്രത്തോളം ആയപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി. ഇതിനകം വസിഷ്ഠൻ അഭിഷേകത്തിനുള്ള ഒരുക്കം പൂർത്തിയാക്കി. അയോധ്യ നഗരി അമരാവതി പോലെ പ്രശോഭിച്ചു. മന്ത്രിസത്തമനായ സുമന്ത്രരെ കണ്ട് മഹാരാജാവിനെ താൻ വന്ന വിവരം അറിയിക്കുവാൻ വസിഷ്ഠൻ അരുളി ചെയ്തു. സുമന്ത്രർ നേരെ പള്ളിയറയിലേക്ക് ചെന്ന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി മഹാരാജാവിനോടറിയിച്ചു. എന്നാൽ ഈ വാക്കുകൾ മഹാരാജാവിൻ്റെ ഹൃദയത്തെ കൂടുതൽ വേദനിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. മഹാരാജാവിൻ്റെ പാരവശ്യത്തിൻ്റെ കാരണമറിയാതെ സുമന്ത്രർ പരിഭ്രമിച്ചു. ഇത് കണ്ട കൈകേയി തന്ത്രപൂർവം സുമന്ത്രരോട് രാമനെ അതിവേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. രാമനെ ഉടനെ തന്നെ കാണണമെന്ന് മഹാരാജാവും അരുളി ചെയ്തു. ശ്രീരാമചന്ദ്രനെ അഭിഷേകത്തിനായി വരുത്തുകയാണെന്നാണ് ആ മന്ത്രിവര്യൻ വിചാരിച്ചത്. അഭിഷേക ദർശനത്തിനായി രാജാക്കന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ, പട്ടാളത്തലവന്മാർ, നഗരവാസികൾ തുടങ്ങി വമ്പിച്ച ജനാവലി കാത്തുനിന്നിരുന്നു. മന്ത്രിയെ കണ്ട് പലരും ഓടിയടുത്തു വന്നു. ക്ഷണം അനുസരിച്ച് തങ്ങളെത്തിയ വിവരം മഹാരാജാവിനെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവരുടെ ആവലാതികൾ കേട്ട സുമന്ത്രർ ഒരുക്കങ്ങൾ പൂർത്തിയായ വിവരം പറയുന്നതിനും രാജപ്രമുഖന്മാർ കാത്തുനിൽക്കുന്ന വിവരം അറിയിക്കുന്നതിനും അന്തഃപുരത്തിലേക്ക് മടങ്ങിച്ചെന്നു. പതിവിന് വിപരീതമായി മഹാരാജാവ് കോപത്തോടെ രാമനെ വിളിച്ചുകൊണ്ടുവരുവാൻ അമാന്തിക്കരുതെന്ന് കൽപ്പിച്ചു. കേട്ടപാതി സുമന്ത്രർ രാമൻ്റെ അരമനയിലേക്ക് പാഞ്ഞു. സുമന്ത്രരുടെ വരവ് കണ്ട് എല്ലാവരും എഴുന്നേറ്റു. മന്ത്രിവര്യൻ്റെ ആഗമനം അറിഞ്ഞ രാമചന്ദ്രൻ ഉടനടി സുമന്ത്രരെ തൻ്റെ അടുത്തേക്ക് ആനയിപ്പിച്ചു. മഹാരാജാവ് രാമനെ കാത്ത് കൈകേയിയുടെ കൊട്ടാരത്തിലിരിക്കുന്നുവെന്ന് സുമന്ത്രർ അറിയിച്ചു. അപ്പോൾ തൻ്റെ അടുത്തിരുന്ന സീതാദേവിയോട് രാമൻ ഇങ്ങനെ പറഞ്ഞു. ദേവി, അഭിഷേക കാര്യത്തെക്കുറിച്ച് അമ്മ ഇപ്പോൾ അച്ഛനുമായി ചർച്ച ചെയ്യുകയാവും. വേണ്ടതുപോലെ ചെയ്യുവാനുള്ള ശേഷി അമ്മയ്ക്കുണ്ട്. എന്തോ പ്രത്യേക കാര്യത്തിന് ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നുമുണ്ടാകാം. ദേവി ഇവിടെ വിശ്രമിക്കൂ, ഞാനിപ്പോൾ തന്നെ മടങ്ങി വരാം. സീതാദേവി പുറവാതിൽ വരെ രാമനെ അനുഗമിച്ചു. എന്നിട്ട് മംഗളാശംസകൾ അർപ്പിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയ രാമൻ ആദ്യം കണ്ടത് കൂപ്പുകൈകളോടെ അത്ര നേരം കാവൽ നിന്നിരുന്ന ലക്ഷ്മണനെയാണ്. ലക്ഷ്മണനും ജ്യേഷ്ഠനെ അനുഗമിച്ചു. രാമന് അകമ്പടിയായി ആയുധധാരികളായ കാലാളുകളും കുതിരപ്പുറത്തേറിയ ഭടന്മാരും മേളവാദ്യക്കാരും കൂടെയുണ്ടായിരുന്നു.
മനോഹരമായ രഥത്തിൽ രാജവീതിയിലൂടെ പാഞ്ഞുപോയ രാമനെ ഇരുവശത്തും കാത്തുനിന്നിരുന്ന ജനങ്ങൾ ആഹ്ലാദത്തോടെ അഭിവാദ്യം ചെയ്തു. രാമൻ്റെ ഗുണഗണങ്ങളെ അവർ പ്രകീർത്തിച്ചു. സ്ത്രീകളാവട്ടെ രാമനെ ഭർത്താവായി കിട്ടിയതിൽ സീതയ്ക്ക് ലഭിച്ച ഭാഗ്യത്തെയും പ്രശംസിച്ചു. കൊട്ടാരത്തിന് മുമ്പിലെത്തിയ രാമൻ തേരിൽ നിന്നിറങ്ങി നേരെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. കൈകേയിയുമൊത്ത് മഞ്ചത്തിലിരുന്നിരുന്ന മഹാരാജാവിനെ രാമൻ ഭക്തിപൂർവം നമസ്കരിച്ചു. പിന്നീട് അറ്റത്തിരുന്ന കൈകേയിയും രാമ എന്നുറക്കെ വിളിച്ച് നിലവിളിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ കണ്ട് രാമൻ അന്തളിച്ചു. അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് രാമന് മനസ്സിലായില്ല. വന്നപ്പോഴേ തന്നെ ആശീർവദിക്കേണ്ടതിനു പകരം അച്ഛൻ എന്തുകൊണ്ട് വിലപിക്കുന്നു? അച്ഛൻ എന്തെങ്കിലും അസുഖം ബാധിച്ചതാണോ എന്ന് കൈകേയിയോട് ആരാഞ്ഞു. അതോ പുറത്തു പോയിരിക്കുന്ന ഭരതനോ ശത്രുഘ്നനോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? അതുമല്ലെങ്കിൽ അച്ഛന് വിഷമം തോന്നുന്ന എന്തെങ്കിലും ദേവി പറഞ്ഞിട്ടുണ്ടോ? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ രാമൻ കൈകേയിയോട് ചോദിച്ചു. എന്നാൽ കൈകേയിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ തൻ്റെ ആഗ്രഹം രാമചന്ദ്രനോട് തുറന്നു പറഞ്ഞു. രാമ, രാജാവിന് യാതൊരു അപ്രിയവും നിന്നോടില്ല. എന്നാൽ ഒരാഗ്രഹമുണ്ട്. അതാകട്ടെ നിന്നെ പേടിച്ച് പറയാതിരിക്കുകയുമാണ്. പ്രിയപുത്രന് ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ ആ നാവ് പൊന്തുന്നില്ല. അച്ഛൻ എനിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. അത് നിർവഹിക്കേണ്ട ചുമതല നിനക്കാണ്. എനിക്ക് 2 വരം നൽകിയിരുന്നു. ഇപ്പോഴാകട്ടെ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയാണ്. മഹാരാജാവാകട്ടെ നിനക്ക് വേണ്ടി ഇപ്പോൾ സത്യത്തിനെ ഉപേക്ഷിക്കുകയാണ്. എന്തായാലും രാജാവിൻ്റെ ആജ്ഞ നീ അനുസരിക്കുമെങ്കിൽ കാര്യം എന്തെന്ന് ഞാൻ പറയാം. അച്ഛൻ നിന്നോട് പറയുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കൈകേയിയുടെ വാക്കുകൾ രാമചന്ദ്രനെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അച്ഛൻ എന്താവശ്യപ്പെട്ടാലും താൻ അതനുസരിക്കും. അഗ്നിയിൽ ചാടണമെന്ന് പറഞ്ഞാലും താൻ സസന്തോഷം അത് നിർവഹിക്കും. പിതാവും ഗുരുവും എല്ലാമായ മഹാരാജാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് രാമൻ വിനയപൂർവ്വം ചോദിച്ചു. രാമൻ്റെ ഇത്തരത്തിലുള്ള സംഭാഷണത്തിൽ സംതൃപ്തയായ കൈകേയി ക്രൂരമായി തന്നെ ഇങ്ങനെ പറഞ്ഞു. രാമ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് 2 വരങ്ങൾ നൽകി. പക്ഷെ ഞാൻ അവ അന്ന് ആവശ്യപ്പെട്ടില്ല. ഇന്ന് ഞാൻ അതാവശ്യപ്പെട്ടു. 1 ഭരതനെ രാജാവാക്കുക, 2 നിന്നെ വനവാസത്തിനയക്കുക. ഇവയാണ് ഞാൻ ചോദിച്ച വരങ്ങൾ. അച്ഛൻ മാത്രമല്ല, അല്പം മുമ്പ് നീയും ഈ പ്രതിജ്ഞ നിർവഹിക്കാമെന്ന് സത്യം ചെയ്തില്ലേ? 14 വർഷം നീ വനത്തിൽ കഴിയണം. ഇപ്പോൾ അഭിഷേകത്തിന് നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങൾ കൊണ്ട് തന്നെ ഭരതൻ്റെ അഭിഷേകം നടത്തണം. ഇക്കാര്യം തുറന്നു പറയാൻ കഴിയാത്തതിനാലാണ് നിന്റെ അച്ഛൻ തല കുമ്പിട്ടിരിക്കുന്നത്. ഈ വാക്കുകൾ ശ്രീരാമചന്ദ്രനിൽ യാതൊരു ഭാവഭേദവും ഉണ്ടാക്കിയില്ല. ആ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങിയിരുന്നു. മഹാരാജാവിൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് കലുഷമാവുകയും ചെയ്തു. രാമചന്ദ്രൻ കൈകേയിയെ ആശ്വസിപ്പിച്ചു. അമ്മേ, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ ഞാൻ മാൻതോല് ധരിച്ച് കാനനവാസം നടത്താം. ധർമ്മനിഷ്ഠനായ അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും നിസ്സാരമായ കാര്യം എന്നോട് പറയാൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ ആജ്ഞ എന്തും ഞാൻ അനുസരിക്കണം. എന്നാൽ അച്ഛൻ എന്താണ് എന്നോടൊന്നും മിണ്ടാത്തത്? അമ്മ പറഞ്ഞാൽ തന്നെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എൻ്റെ ജീവനും ധനവും എല്ലാം ഞാൻ സന്തോഷത്തോടെ ഉപേക്ഷിക്കാം. ഉടനെ തന്നെ ഭരതൻ്റെ അഭിഷേകവും നടത്താം. ഇപ്പോൾ അമ്മ അച്ഛനെ ആശ്വസിപ്പിക്കൂ. കേകയത്തിലേക്ക് ഉടനെ ദൂതന്മാരെ അയക്കണം. ഞാനിതാ വനവാസത്തിന് പോകുകയായി. കൈകേയിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഉത്തമനായ ക്ഷത്രിയൻ ചെയ്യേണ്ടതാണ് രാമൻ ചെയ്തതെന്ന് കൈകേയി പറഞ്ഞു. അല്പനേരം പോലും രാമൻ അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും അതിനാൽ ഉടനെ തന്നെ വനത്തിലേക്ക് പുറപ്പെടണമെന്നും കൈകേയി രാമനെ ഉപദേശിച്ചു. രാമൻ വനത്തിലേക്ക് പോയ ശേഷമേ രാജാവ് കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന് കൈകേയി രാമനെ അറിയിച്ചു. ഈ അവസരത്തിൽ ദശരഥനിൽ നിന്ന് കഷ്ടം
എന്ന വാക്ക് മാത്രമേ പുറത്തു വന്നുള്ളൂ. കൈകേയിയുടെ നിർദ്ദേശം കേട്ട ദശരഥൻ ബോധരഹിതനായി വീണു. വനയാത്രയ്ക്ക് കൈകേയി തിടുക്കപ്പെടുന്നത് കണ്ടിട്ട് രാമൻ അവരോട് സഹതാപം തോന്നി. അമ്മേ, സൗഭാഗ്യങ്ങൾ മോഹിച്ച് ജീവിക്കുന്നവനല്ല ഞാൻ. അച്ഛന് പ്രിയമുള്ളത് ചെയ്യുവാനാണ് എനിക്കിഷ്ടം. ഏറ്റവും പ്രധാനമായ ധർമ്മം പിതാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ കൂടി അമ്മയുടെ ആജ്ഞ മാത്രം മതി എനിക്ക് വനവാസത്തിന് പോകാൻ. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. അച്ഛനെ എന്തായാലും അതിശ്രദ്ധയോടെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും വേണം. ഇതു കേട്ട മഹാരാജാവ് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. രാമൻ പിതാവിനെയും കൈകേയിയെയും വലം വെച്ചു. പിന്നീട് പുറത്തേക്ക് വന്നു. ലക്ഷ്മണകുമാരനാകട്ടെ അടക്കാൻ കഴിയാത്ത ക്രോധത്തോടെ ജ്യേഷ്ഠനെ അനുഗമിച്ചു. ചാമരവും വെൺകൊറ്റക്കുടയും മാറ്റിവെച്ചു. തേരും സൈന്യവും തിരിച്ചയച്ചു. രാമചന്ദ്രൻ കാൽനടയായി തൻ്റെ അമ്മയുടെ അരമനയിലേക്ക് യാത്ര തുടർന്നു. ആ മുഖത്ത് വിളങ്ങിയിരുന്ന സന്തോഷഭാവത്തിന് അല്പവും മാറ്റം വന്നില്ല. ഇടയ്ക്ക് കണ്ടു നിൽക്കുന്നവരോട് കുശലങ്ങൾ ചോദിച്ചും അനുമോദിച്ചും രാമൻ കൗസല്യയുടെ സമീപത്തിലെത്തി. കൗസല്യാവിലാപം. കൗസല്യാദേവി പുത്രൻ്റെ സൗഭാഗ്യത്തിനായി വിഷ്ണുപൂജ നടത്തുകയായിരുന്നു. നോമ്പ് നോറ്റ് സർവ്വവിധ ഹോമദ്രവ്യങ്ങളും നിവേദ്യങ്ങളും ഒരുക്കി ഭക്തിപൂർവം മകൻ്റെ യശസ്സിനായി അവർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് രാമചന്ദ്രൻ കടന്നു വരുന്ന വിവരം ചിലർ ഓടിയെത്തി കൗസല്യാദേവിയെ അറിയിച്ചത്. വെൺപട്ടുടുത്ത് മംഗളകർമ്മങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചിരിക്കുന്ന മാതാവിനെ രാമൻ ദൂരെ നിന്നു തന്നെ കണ്ടു. രാമൻ്റെ വരവ് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ജയാശിസ്സുകൾ നേർന്നു. വ്രതങ്ങൾ കൊണ്ട് മെലിഞ്ഞുണങ്ങിപ്പോയ കൗസല്യ വെള്ളം കൊണ്ട് തർപ്പണം ചെയ്യുമ്പോഴാണ് രാമൻ മുമ്പിലെത്തിയത്. അമ്മ മകൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. കെട്ടിപ്പിടിച്ച് ശിരസിൽ വാത്സല്യപൂർവ്വം ഉമ്മ വെച്ചു. ആയുസ്സും കീർത്തിയും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു. അന്ന് തന്നെ കുമാരനെ അഭിഷേകം ചെയ്യും എന്നാണ് രാജാവ് അറിയിച്ചത് എന്ന് ആ സാധ്വി പറഞ്ഞു. അമ്മ വാത്സല്യത്തോടെ ഭക്ഷണം കഴിക്കാൻ കുമാരനെ ക്ഷണിച്ചു. വിളമ്പിയ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ രാമൻ തനിക്ക് ലഭിച്ച നിയോഗത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മേ, കാര്യങ്ങൾക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വിഷമം തോന്നരുത്. 14 വർഷം വനവാസം ചെയ്യാനാണ് ഞാൻ പോകുന്നത്. യുവരാജസ്ഥാനം ഭരതന് നൽകുകയാണ്. ഈ ആഹാരമല്ല, കായും കനികളുമാണ് എനിക്ക് ഏറ്റവും യോജിച്ചതായുള്ളത്. മരം വെട്ടിയിട്ടതുപോലെ കൗസല്യാദേവി പിന്നിലേക്ക് മറിഞ്ഞു. പൊടി പുരണ്ട അമ്മയുടെ ശരീരം രാമൻ തഴുകി തലോടി. മൂർച്ച അല്പം ഒന്ന് മാറിയപ്പോൾ കൗസല്യാദേവി ദുഃഖം കൊണ്ട് വിലപിക്കാൻ തുടങ്ങി. രാമ, നീ എൻ്റെ മകനായി പോയതുകൊണ്ടാണ് നിനക്ക് ഈ ദൗർഭാഗ്യം എല്ലാം വന്നത്. ഭർത്താവിൽ നിന്നും ലഭിക്കാത്ത സന്തോഷം മുഴുവൻ മകനിൽ നിന്നും ലഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പുത്രൻ ജനിക്കുന്നതോടെ എല്ലാ ദുഃഖവും തീരുമെന്ന് ഞാൻ കരുതി. നീ ഇവിടെ ഉള്ളപ്പോഴും സപത്നികളുടെ ശകാരം ഞാൻ ഏറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ദുഃഖകരമായി എന്താണുള്ളത്? ഭർത്താവ് എന്നെ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ഞാൻ കൈകേയിയുടെ ദാസിമാരെ പോലെ ആയിത്തീർന്നു. ധ്യാനവും ഉപവാസവും എല്ലാം കുറ്റമറ്റ രീതിയിൽ ഞാൻ ചെയ്തിട്ടും എനിക്ക് നിന്നെ പിരിയേണ്ടതായി വന്നല്ലോ. എനിക്കിനി മരണമല്ലാതെ വേറൊന്നും വേണ്ട. 17 വർഷങ്ങൾ നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞത്. ഞാൻ ഇതുവരെ അനുഷ്ഠിച്ച വ്രതങ്ങൾ മരുഭൂമിയിൽ വിതച്ച വിത്തുപോലെ ആയല്ലോ. നീയില്ലാത്ത ജീവിതം എനിക്കെന്തിന്? ആ അമ്മയുടെ ദുഃഖം അടിക്കടി വർദ്ധിച്ചു വന്നു. കൗസല്യാദേവിയുടെ വിലാപം കണ്ട് നിൽക്കാൻ ലക്ഷ്മണനായില്ല. കുമാരൻ ദേവിയെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ഇങ്ങനെ പറഞ്ഞു. അമ്മേ, പെണ്ണിൻ്റെ വാക്ക് കേട്ട് വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ജ്യേഷ്ഠൻ്റെ തീരുമാനം തെറ്റാണ്. ഒരു സ്ത്രീയുടെ വശീകരണത്തിന് വഴിപ്പെട്ട് വൃദ്ധൻ്റെ ആജ്ഞയായല്ലാതെ ഇതിനെ കാണേണ്ടതില്ല. പെണ്ണുങ്ങൾക്ക് ഇതും ഇതിലപ്പുറവും ചെയ്യുവാൻ കഴിയും. ആരും ജ്യേഷ്ഠനെക്കുറിച്ച് ഒരു ദോഷവും ഇന്നേ വരെ
പറഞ്ഞു കേട്ടിട്ടില്ല. ആ ജ്യേഷ്ഠനെയാണ് ഇപ്പോൾ കാട്ടിലയക്കാൻ ഒരുമ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആജ്ഞ നിറവേറ്റേണ്ടതില്ല. വെറും ഒരു ബാലനെ പോലെയായ രാജാവിൻ്റെ വാക്കുകൾ ഏതു മകനാണ് അനുസരിക്കുക? ഈ രാജ്യം ഇപ്പോൾ തന്നെ ഞാൻ ജ്യേഷ്ഠന് നേടിത്തരാം. അച്ഛൻ തന്നെ എതിർക്കുവാൻ വന്നാൽ ഒന്നുകിൽ അദ്ദേഹത്തെ വധിക്കുക, അല്ലെങ്കിൽ തടവിലാക്കുക. നീതിക്ക് നിരക്കാത്തത് ആരായാലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ രാജാവിന് ആരാണ് അധികാരം നൽകിയത്? ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് എതിർക്കുന്നവരെ വധിച്ചോ യുദ്ധത്തിൽ ജയിച്ചോ രാജ്യം കൈയടക്കാവുന്നതാണ്. എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈ വില്ലിനെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു. ജ്യേഷ്ഠൻ എവിടെ പോകുന്നോ അവിടെ ഞാനുണ്ടാകും. ഏത് ശത്രുവിനെയും ഞാൻ നശിപ്പിക്കും. അമ്മ വിഷമിക്കരുത്. ലക്ഷ്മണൻ്റെ വാക്കുകൾ കൗസല്യാദേവിയിൽ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കിയില്ല. അമ്മ രാമനെ വിളിച്ച് വിലപിച്ചു തുടങ്ങി. മകനെ, ലക്ഷ്മണൻ്റെ അഭിപ്രായം കേട്ടില്ലേ? ധർമ്മജ്ഞനായ നീ ഉടനെ തീരുമാനമെടുക്കണം. സപത്നിയുടെ വാക്കുകൾ കേട്ട് എന്നെ ഉപേക്ഷിക്കാതെ മാതൃശുശ്രൂഷ ചെയ്ത് നീ ഇവിടെ കഴിയൂ. അമ്മയെ ശുശ്രൂഷിക്കലാണ് ഉത്തമമായ ധർമ്മം. കാട്ടിലേക്ക് പോകുവാൻ ഒരമ്മയും മക്കളെ അനുവദിക്കയില്ല. നീ വിട്ടുപിരിഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. നീ വനത്തിലേക്ക് പോയാൽ ഞാൻ ആഹാരം കഴിക്കാതെ ജീവൻ വെടിയും. അച്ഛൻ്റെ വാക്കുകൾ പാലിക്കാതിരിക്കാൻ തനിക്ക് കഴിയുകയില്ലെന്ന് രാമൻ പറഞ്ഞു. കാട്ടിലേക്ക് പോകാൻ തന്നെ അനുവദിക്കണമെന്ന് രാമൻ കേണപേക്ഷിച്ചു. അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ മഹർഷിമാർ പോലും തൽപരരായിരുന്നു. പിതാവിൻ്റെ ആജ്ഞ നിർവഹിക്കാനാണ് കംസു മഹർഷി പശുഹത്യ നടത്തിയത്. സഗര മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം പുത്രന്മാർ ഭൂമി കുഴിച്ച് മരണത്തെ ഏറ്റുവാങ്ങി. പരശുരാമൻ അച്ഛൻ്റെ കൽപ്പനയനുസരിച്ചാണ് അമ്മ രേണുകയെ വധിച്ചത്. അച്ഛൻ്റെ പ്രതിജ്ഞ എന്തുതന്നെയായാലും അത് ഞാൻ നിറവേറ്റും. മഹാരാജാവ് ജീവിച്ചിരിക്കുമ്പോൾ വിധവയെപ്പോലെ അമ്മ എൻ്റെ ഒപ്പം വരുന്നത് ശരിയല്ല. മനുഷ്യായുസ് വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ രാജ്യപരിപാലനം നടത്തിയേ തീരൂ എന്നും ഇല്ല. ക്രമേണ കൗസല്യാദേവിയുടെ വിഷാദം മാറി വന്നു. രാമചന്ദ്രൻ തൻ്റെ ആശയം ലക്ഷ്മണനെ മനസ്സിലാക്കി കൊടുത്തു. കുമാര, കോപവും എടുത്തുചാട്ടവും നല്ലതിനല്ല. ഇത് അപമാനമാണെന്ന് കരുതുകയും വേണ്ട. എൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നിർത്തിവെക്കുകയാണ് ഉടനെ വേണ്ടത്. ഇല്ലെങ്കിൽ കൈകേയി ദേവിക്ക് ചിലപ്പോൾ സംശയം തോന്നിയെന്ന് വരാം. അഭിഷേക സംരംഭം തടഞ്ഞില്ലെങ്കിൽ സത്യലംഘനം നടത്തിയെന്ന് അച്ഛൻ ഭയന്നേക്കും. അതെനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. എൻ്റെ വനയാത്ര കണ്ടാൽ മാത്രമേ ചെറിയമ്മയ്ക്ക് സ്വസ്ഥത കൈവരൂ. മാത്രമല്ല, നാട്ടുകാർ ഈ വിവരം അറിയുന്നതിനു മുമ്പേ ഇവിടം വിടുകയും വേണം. ലക്ഷ്മണ, ഇതെല്ലാം ദൈവവിധിയാണ്. ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാക്കിയാൽ യാതൊരു മനക്ഷോഭവും ഉണ്ടാവുകയില്ല. ചെറിയമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ലക്ഷ്മണൻ തലകുനിച്ച് നിന്ന് ഈ വാക്കുകൾ ശ്രദ്ധിച്ചു. അല്പനേരം എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. കോപം ലക്ഷ്മണനെ കീഴ്പ്പെടുത്തി. പുരികങ്ങൾ വളഞ്ഞൊടിഞ്ഞു. കഴുത്ത് വെട്ടിച്ച് ജ്യേഷ്ഠനെ നോക്കി. പ്രഭോ, അങ്ങെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പോൾ നേരായ ബുദ്ധിയല്ല ജ്യേഷ്ഠനുള്ളത്. ക്ഷത്രിയൻ ഈശ്വരനെ പുകഴ്ത്തി പറയണമെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറയേണ്ടി വരും. പാപകർമ്മം മാത്രം ചെയ്യുന്ന അച്ഛനെയും കൈകേയിയെയും സംശയത്തോടെ നോക്കാത്തതെന്താണ്? പണ്ടെന്നോ നൽകിയ വരത്തിൻ്റെ പേരിൽ ഇന്ന് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് വെറും കാപട്യമാണ്. അന്ന് വരം നൽകിയെങ്കിൽ അത് കൈകേയി അപ്പോൾ തന്നെ വാങ്ങിയിട്ടുമുണ്ടാകും. അവർ രണ്ടുപേരും കൂടി നടത്തുന്ന നാടകം മാത്രമാണിത്. ആ വലയിൽ അങ്ങ് വീഴരുത്. അവരെ അച്ഛനെന്നും അമ്മയെന്നും കണക്കാക്കരുത്. അവരുടെ ആഗ്രഹത്തിനൊത്ത് തുള്ളുന്നതല്ല ധർമ്മം. അവരുടെ തീരുമാനം ദൈവനിശ്ചയമാണെങ്കിൽ ഞാൻ ആ ദൈവത്തെ തള്ളിപ്പറയുന്നു. പേടിത്തൊണ്ടന്മാരാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. പൗരുഷത്തോടെ ദൈവ തീരുമാനത്തെ നേരിടുകയാണ് ക്ഷത്രിയന്മാർ ചെയ്യേണ്ടത്. അഭിഷേകത്തിന് തടസ്സമുണ്ടാക്കിയ ദൈവത്തെ മാറ്റി നിർത്തുന്നത് ജ്യേഷ്ഠൻ ഇന്ന് കണ്ടോളൂ.
ഏത് ദേവന്മാർ എതിർത്താലും ശ്രീരാമാഭിഷേകം ഞാനിന്ന് നടത്തും. ക്ഷത്രിയന് മുമ്പിൽ ദൈവം അശക്തനാണ്. ഇത് വനവാസത്തിന് പോകേണ്ട പ്രായമല്ല. അതിനൊരു കാലമുണ്ട്. അന്നാണ് വനവാസം ചെയ്യേണ്ടത്. അതേ ധർമ്മമാവുകയുള്ളൂ. ഞാൻ ആരെ തോൽപ്പിക്കണമെന്നും ആരെ വധിക്കണമെന്നും കൽപ്പന നൽകിയാൽ മതി. എൻ്റെ ബാണങ്ങൾ അവർക്ക് മറുപടി നൽകും. അങ്ങയുടെ വിനീതദാസൻ മാത്രമാണ് ഞാൻ. രാമചന്ദ്രൻ സൗമിത്രിയെ ആശ്വസിപ്പിച്ചു. അച്ഛൻ്റെ ആജ്ഞയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് രാമൻ പറഞ്ഞു. ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വഴിയും അതുതന്നെയാണെന്ന് ലക്ഷ്മണനെ ഓർമ്മിപ്പിച്ചു. മകൻ്റെ നിശ്ചയത്തിന് മാറ്റമുണ്ടാകില്ലെന്ന് കൗസല്യയ്ക്ക് മനസ്സിലായി. അവർ കണ്ണീരൊഴുക്കി. ഇരുവരെയും ദുഃഖമെന്തെന്നറിയാത്ത രാമനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ സ്ത്രീ കുഴങ്ങി. ദാസന്മാർ പോലും വിശിഷ്ട ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഭിക്ഷാം ദേഹിയെപ്പോലെ ജീവിതം നയിക്കുന്ന മകനെക്കുറിച്ച് ചിന്തിക്കുവാനേ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപുത്രനെ കാട്ടിലയച്ചു എന്നറിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ലെന്ന് അവർ പറഞ്ഞു. ഈ ലോകത്തിൽ എന്താണ് നടക്കാൻ കഴിയാത്തത്? മകൻ വനവാസത്തിന് പോകുകയാണെങ്കിൽ താനും ഒപ്പം വരുന്നുവെന്ന് ദേവി ശഠിച്ചു. എന്നാൽ കൈകേയി വഞ്ചിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുക ധർമ്മമല്ലെന്ന് രാമൻ ഉപദേശിച്ചു. അമ്മ അയോധ്യയിലില്ലെങ്കിൽ മഹാരാജാവിൻ്റെ സ്ഥിതി വളരെ കഷ്ടതരമാകുമെന്ന് രാമൻ ഓർമ്മിപ്പിച്ചു. കുലസ്ത്രീകൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുക എന്നത് മഹാപാപമാണ്. രാമൻ്റെ വാക്കുകൾ ദേവിയുടെ ദുഃഖത്തെ കുറച്ചൊക്കെ അടക്കി. അച്ഛനോടുള്ള വാക്ക് പാലിക്കുന്നതിന് കാട്ടിലേക്ക് പോകുന്ന രാമനെ പിന്തിരിപ്പിക്കാൻ തനിക്കാവുകയില്ലെന്ന് കൗസല്യ മനസ്സിലാക്കി. പിന്നെ അവർക്ക് ഒന്നേ ചെയ്യുവാനുള്ളൂ, മകനെ അനുഗ്രഹിക്കുക. എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച് മകൻ്റെ വരവും കാത്ത് താൻ ഇരിക്കുമെന്ന് കണ്ടമിടറിക്കൊണ്ടവർ പറഞ്ഞു. എല്ലാ ദേവതകളും രാമന് സൗഖ്യം നൽകട്ടെ എന്നവർ അനുഗ്രഹിച്ചു. വിശ്വാമിത്രൻ മനസ്സറിഞ്ഞ് നൽകിയ ആയുധങ്ങൾ ആരണ്യവാസത്തിൽ മകനെ കാത്തു രക്ഷിക്കുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. ദുഃഖം കളഞ്ഞ് ശുദ്ധി വരുത്തി അവർ മകന് മംഗളം നേർന്നു. ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ രക്ഷയ്ക്കായി വിശല്യകരണി എന്ന ഔഷധം തേച്ച് മന്ത്രങ്ങൾ ജപിച്ച് ദുഃഖം ഉള്ളിലൊതുക്കി. കൗസല്യാദേവി വാക്കുകളിൽ സന്തോഷഭാവം കാണിച്ചു. രാമൻ്റെ മൂർധാവിൽ ഉമ്മ വച്ചു. മകനെ, നീ സന്തോഷത്തോടെ യാത്ര തിരിച്ചാലും വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തി അയോധ്യ ഭരിക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നീ സിംഹാസനത്തിലിരുന്ന് സീതയ്ക്കും എനിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകണം. ഞാൻ പൂജിക്കുന്ന എല്ലാ ദേവന്മാരും നിന്നെ സംരക്ഷിക്കും. രാമൻ അമ്മയെ വലം വെച്ച് നമസ്കരിച്ചു. പിന്നീട് സീതയുടെ അടുത്തേക്ക് മടങ്ങി. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.